ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ്. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മളുടെ എല്ലാവരും മുന്നിലെ ചെയറിലേക്ക് കയറി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഇവർക്കും ഏറെ സന്തോഷമുള്ള എന്നാൽ ഏറെ സങ്കടമുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി എന്നാൽ ഓണാഘോഷം എന്ന ആ ഒരു സംബോധനയെ തുടങ്ങി വെച്ച ഈ ഒരു പ്രസ്ഥാനം ഇന്ന് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇത്ര വിപുലമായി നമ്മുടെ പരിപാടി നടത്തുന്ന വിധം ഇതിങ്ങനെ വളർന്നു വന്നുവെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സ്വമനസ്സുകളുടെ പ്രയത്നമുണ്ട്, പ്രതീക്ഷയുണ്ട്, അതിലേറെ തന്നെ അവരുടെ അധ്വാനമുണ്ട്. ഒരുപാട് കൈകൾ സംഭാവനയായി സ്വതക്കയായി നമുക്കിങ്ങനെ തന്നതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി പേരെ ചേർത്ത് പിടിക്കാൻ സാധ്യമായത്. ന്യൂസ് പ്രശ്നം എന്ന് പറയുന്ന ചാരിറ്റി ഇത്രയേറെ എങ്ങനെ വളർന്നു എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ വർഷങ്ങളോളം നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ നമ്മൾ ചെയ്തു എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ സാധ്യമാകുന്ന നിമിഷത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ഇന്ന് കൂടിച്ചേർന്നിരിക്കുന്നത്. അതിലൊരു ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ വിവരിക്കാം. നമ്മൾ ഹൈലൈറ്റ് ഹാളിൽ വെച്ച് നമ്മൾ 30 ഭക്ഷണ കിറ്റ് നമുക്ക് കൊടുക്കാൻ സാധിച്ചു. കളിയ എന്നിങ്ങനെ ഒട്ടനവധി നോവലുകൾ എഴുതിക്കൊണ്ട് ജനഹൃദയങ്ങളിൽ പ്രശംസ പിടിച്ചുപറ്റിയ നമ്മുടെ ബഹുമാന്യനായ ചെയർമാനെ ഒരിക്കൽ കൂടി ആദരപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം. നല്ലൊരു ഹാപ്പിയാണോ നമുക്ക് ഇങ്ങനെ ഒരു വേദിയെ കുറുക്കി ഞാവും പകലും ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഇന്നിങ്ങനെ സംസാരിക്കാൻ പാകത്തിൽ ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ നാട്ടിൽ ടീച്ചർ സ്കൂൾ അധ്യാപികയാണ്. അക്ഷരമൊക്കെ മുത്തുകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ക്ലാസ് റൂമിൽ 10-45 കുട്ടികളെ ഒരേ സമയം നിയന്ത്രിക്കാൻ കഴിയാണ് ചെയ്യുന്നത്. ലോകം ചുറ്റിക്കറങ്ങുന്ന ഒരു അച്ചുതണ്ടിന്റെ മുകളിലാണെങ്കിൽ അതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് 45 കുട്ടികൾ വ്യത്യസ്തങ്ങളായ മെമ്മറിയിലുള്ള 45 കൂടുതൽ ഹൈലൈറ്റ് ആയിക്കോട്ടെ. ഒന്ന് ക്ലാപ്പ് ചെയ്യണേ. നമുക്ക് വേണ്ടി രണ്ട് സംസാരിക്കുന്നവർ വേദിയിൽ അധ്യക്ഷൻ ചെയർമാൻ ന്യൂസ് പേഴ്സൺ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ അതുപോലെ വേദിയിലിരിക്കുന്ന ഈ വാർഡിൻ്റെ മെമ്പർ ബിന്ദുടിച്ച ഇതുപോലെയുള്ള ഒട്ടനവധി ജീവകാരുണ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ ട്രസ്റ്റിന് മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഞാൻ ചെയർമാനെ കൂടിയായ കുർഷാദ് മറ്റ് കബീർ മാഷ്, ഇതിൻ്റെ അമരക്കാരനായ കബീർ മാഷ്,
മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, ഇതിന്റെ മുന്നിലുള്ള പ്രിയപ്പെട്ടവര്, വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എനിക്കിങ്ങനെ നോക്കുമ്പോൾ കുറെ പേര് പുതിയ എൻ്റെ കുറെ സഹോദരന്മാരെയാണ് എൻ്റെ മുന്നിൽ കാണുന്നത്. എൻ്റെ നാട്ടുകാരും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി കുറെ പുതിയ സുഹൃത്തുക്കളെ കൂടി ഇതിന്റെ മുന്നിൽ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഇങ്ങനൊരു ചടങ്ങ് നടത്താൻ താല്പര്യം കാണിച്ച ഇതിന്റെ ബന്ധപ്പെട്ടവരോടും എനിക്ക് പ്രത്യേകം ഒരു നന്ദിയുണ്ട്. സ്വീകരിച്ചു വരുത്തി ഇവിടെ അതിസുന്ദരമായി നമുക്കൊരു ഉപദേശം പോലെ അല്ലെ, വളരെ ഭംഗിയായി നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന അദ്ദേഹത്തോട് പ്രത്യേകം നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ അതിലേറെ കടപ്പെട്ടിട്ടുണ്ട് എൻ്റെ നാടിനോട്. ഇവിടെ വെച്ച് ഈ പരിപാടി നടത്താം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രണ്ടാമത് ആലോചിക്കാനില്ല. എനിക്കറിയാം എൻ്റെ നാട്ടുകാർ, അവർ ഇത്തരം കാര്യങ്ങളിൽ വളരെ മുന്നിലാണെന്നറിയാം. അവർ സഹായിക്കാൻ എന്നെയും കൂടെ ചേർത്ത് പിടിക്കും. ഇതുപോലൊരു നല്ല കാര്യം പറഞ്ഞാൽ കൂടെ നിൽക്കും എന്നറിയാം. ചില വ്യക്തികളെ ഞാൻ പേരെടുത്ത് പറയുന്നത് ശരിയല്ലെങ്കിലും നമ്മളെ ബേബി എന്ന ഗംഗാധരൻ, അതുപോലെ ജയൻ, അതുപോലെ തന്നെ നമ്മളുടെ അനീഫ, അങ്ങനെ ഒരുപാട് ചന്ദ്രേട്ടൻ, ഇതുപോലുള്ള കുറെ ആൾക്കാർ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ, അതുപോലെ തന്നെ ഈ സ്ഥലം ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞിടാ ഇങ്ങനെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു പറഞ്ഞോ, അത് പുരുഷോത്തമൻ എന്താ വെച്ചാൽ ചെയ്യേ എന്ന് പറഞ്ഞ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ, അതുപോലെ തന്നെ നമ്മളുടെ ഈ മാറ്റ്, കസേര, ഈ സംവിധാനമൊക്കെ ഞാൻ തേക്കുംതോട്ടത്തിൽ ഉണ്ണിയുണ്ട് ഇവിടെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ അത് എങ്ങനെ വെച്ചാൽ എന്താ വെച്ചാൽ പണ്ടത് ചെയ്തോളാൻ പറഞ്ഞു. ഇതുപോലുള്ള ഒരു വലിയ നല്ല മനസ്സിൻ്റെ ഉടമകൾ എൻ്റെ നാട്ടിലുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ ഇതൊക്കെ ഏറ്റെടുത്തതും എൻ്റെ പിൻബലവും അവരാണ്. എല്ലാവരോടും പ്രത്യേകം എൻ്റെ നന്ദിയും. അടിപൊളി ഫോട്ടോകൾ അബ്ദുള്ളാക്ക ചൊറുക്കുള്ള മനുഷ്യനല്ലേ. എല്ലാരും കൂടെ ഇതായി അപ്പൊ ഞാൻ ക്ലാപ്പ് ചെയ്യണേ എല്ലാവരും. ഈ ആദരവ് എന്ന് പറയുമ്പോൾ അതിന് ഞാൻ അർഹനാണോ എന്ന് സംശയമുണ്ട്. കാരണം എല്ലാവർക്കും ഒരു അനർഘ നിമിഷത്തിൽ ഒരു നിമിത്തം. ഒരു മേഖലയല്ല ചാരിറ്റി, വ്യത്യസ്തങ്ങളായ മേഖലയിലെ പ്രവർത്തനങ്ങളാണ് ചാരിറ്റി. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായും ഒക്കെ ഉള്ളവരെ ചേർത്ത് പിടിക്കുന്നതാണ് ചാരിറ്റി. എന്നാൽ വിദ്യാഭ്യാസപരമായിട്ടും അല്ലാതെയും ഒക്കെ തന്നെ നമ്മൾ പലരെയും ചേർത്ത് പിടിച്ച് നമ്മുടെ ചാരിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ ആയുഷ്പിതാത്ത ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ സജീവ സാന്നിധ്യമാണ്. ഒട്ടനവധി മേഖലയിലെ പലരോടും പറയാൻ മടിച്ചിട്ട് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. റെസ്ക്യൂവിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ കാണുന്ന ഗംഗാധരൻ സാറിനെ വിനയപൂർവ്വം ആദരപൂർവ്വം ഈ ഒരു മെമന്റോ നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കുക കേട്ടോ. രക്ഷാ പ്രശസ്തി പത്രങ്ങൾ അംഗീകാരമായി കിട്ടിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി പുരസ്കാരം കൂടി ഏറ്റുവാങ്ങിയിട്ടുള്ള സെലീനയെ സ്നേഹസ്പർശത്തിന്റെ ഈ ആദരവിനായി സ്നേഹപൂർവ്വം വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. ആ അവാർഡ് അംഗീകാരം നൽകുന്നതിനായി ബഹുമാന്യനായ ചെയർമാനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയായ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യം തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മളെ ആരും വെറുക്കരുത്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളാരും മറക്കും ചെയ്യരുത്. നമുക്ക് തരുന്ന ഈ ഒരു പ്രശസ്തി പത്രമായാലും ഒരു മെമന്റോ ആയാലും അത് കുറെ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നമ്മുടെ കൈയ്യടി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. എല്ലാവരും നന്നായിട്ടൊന്ന് കൈയ്യടി കേട്ടോ. നമ്മൾ ഏകീകരിക്കുന്ന ഒരേ സ്വരത്തിൽ നമ്മൾ ഒറ്റ തീരുമാനമെടുക്കുന്ന
വലിയൊരു കുടുംബമാണ് ന്യൂസ് സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ. നല്ലൊരു ക്ലാസ്, കാരണം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പരിപാടി ഇവിടെ വരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ഒരാൾ പോരാ. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കൂടപ്പിറപ്പ് നെജ്മ. ഞാൻ മടിയൊന്നുമില്ല. ഷൈജുവിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ, ഷൈജു നമ്മള് മുള്ളിൽ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഒഴുക്കമായിട്ട് പറയാം, വെറുതെ പറയുന്ന മുള്ളിൽ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന്. ഞാൻ സത്യമായി ആത്മാർത്ഥമായി മനസ്സ് തട്ടി തന്നെ പറയട്ടെ, ഇന്ന് ഷൈജു ഇവിടെ നിൽക്കുന്നത് മുള്ളിൽ നിൽക്കുക. കാരണം കാലിനടിയിൽ മുള്ളു കുത്തുന്ന വേദനയിൽ നമ്മളോട് ചിരിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അച്ഛൻ ആശുപത്രിയിൽ വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുക ആയതുകൊണ്ട് തന്നെ ഷൈജുവിനെ വിനയപൂർവ്വം ആദരപൂർവ്വം നമ്മൾ ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ നമ്മുടെ അഷ്റഫ് നമ്മുടെ മുൻ ചെയർമാനാണ്. എന്തായാലും ഈ ന്യൂസ് സ്പെഷ്യൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയുള്ളൂ. ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതില് നമുക്ക് ഏറെ അഭിമാനമുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോരുത്തരും എടുത്തു പറയുമ്പോൾ നമ്മളെന്താ ആരും അങ്ങനെ എന്നല്ല, എന്നാൽ എടുത്തു പറയാൻ പറ്റാത്ത പല പേരുകൾ ഇതിന്റെ പ്രാധാന്യമുള്ള ഭാഗങ്ങളായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനമുണ്ട്. 2 സമ്മാനമുണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ ബുക്ക് വിറ്റ 2 വ്യക്തികളുണ്ട്. ഒന്ന് നമ്മുടെ ചെയർമാൻ തന്നെയാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. ഇതാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന സമ്മാനം. ചെയർമാൻ നമ്മള് 10,001 രൂപയായിരുന്നു സമ്മാനം വിചാരിച്ചത്. ചെയർമാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അത് ഞാൻ ഇങ്ങോട്ട് തന്നു. അപ്പൊ അത് ഇങ്ങോട്ട് തന്നു, സമ്മാനമില്ല. ട്രഷറിന്റെ ഒരു മിമിക്രി ഉണ്ട്, അതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ചിട്ട് നമ്മൾ പോവാവും. 2 വാക്ക് സംസാരിക്കാൻ നമ്മൾ ഷെബീർ ഷെയ്ഖ് വിനയപൂർവ്വം ആദരപൂർവ്വം നമ്മുടെ രീതിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ അനവധിയാം മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ് ഇന്ത്യ ഒരരുമ പൂങ്കാവ് ഒരു വനത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ജനം ഇവിടെ പല ഭാഷകളും മൊഴിഞ്ഞു വാഴുന്നു ജനം മൊഴിഞ്ഞു വാഴുന്നു. One of the best feeling in the world is knowing that someone is happy because of you. നാം കാരണം, നിങ്ങളിൽ ഒരാൾ കാരണം, ആരെങ്കിലും ഒരു വ്യക്തി കാരണം മറ്റൊരാൾക്ക് സന്തോഷം ലോകത്ത് ലഭിക്കുകയാണെങ്കിൽ അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ധർമ്മം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ സമ്മാനവും. കലാകാരി എന്ന നിലയ്ക്ക് വത്സലയായും ഫസീലയായും നിറഞ്ഞു നിന്ന ഒരു കലാകാരിയുടെ നാട്ടിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും ഉള്ളത്. ഫസീലത്തെയും ഞാനൊക്കെ ഒരുമിച്ച് ചാരിറ്റി മേഖലയിൽ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടിയ ഒരു ഉച്ചയൂണിനുള്ള പ്രവേശനത്തിന്റെ ഭാഗത്തുള്ള നിൽക്കുന്നത് ഒരുപാട് താങ്ക്സ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാട്ടുകൾ പാടാം. എല്ലാവരും ഒരുമിച്ചുണ്ടാവണം. താങ്ക് യു. നമസ്കാരം. നല്ലൊരു വേദിയിൽ 2 മിനിറ്റ് സംസാരിക്കാൻ അവസരം തന്ന സംഘാടകരോട് ആദ്യം സംസാരിക്കുന്നു. ഞാൻ രാവിലെ മുതലേ നിങ്ങളുടെ പരിപാടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏതൊരു പരിപാടിയിലും കുറേ കാഴ്ചക്കാരും കുറഞ്ഞ ആളുകൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് കൂടുതലുണ്ടാകുന്നത്. പക്ഷെ ഞാനവിടെ ശ്രദ്ധിച്ചിടത്തോളം ഇവിടെ വരുന്ന എല്ലാവരും ആക്റ്റീവായിട്ട് അവരുടേതായ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതിനെ ആദ്യം ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. എല്ലാവരും വേദിയിലുള്ളവർ, സദസ്സിലുള്ളവർ,
ആക്കിയിട്ട് അതിൻ്റെ നന്ദി. വേറെന്താ പറയുന്നത്, പെട്ടെന്ന് ഊണ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് നമ്മൾ നന്ദിക്കൊന്നും വലിയ പ്രസക്തി ഇല്ലാന്ന് തോന്നുന്നു. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് പരിമിതമാണ്. നമ്മുടെ ബോട്ടിൽ നമ്മളെ അടച്ച കയ്യിൽ വീണ്ടും ഉപയോഗിക്കും. വിഭവ സമൃദ്ധമായ സദ്യയാണ് നമ്മൾ കഴിച്ചത്. ഈ സദ്യ ഉണ്ടാക്കിയത് ഇവിടെ ആയിരുന്നു. നമ്മൾ ആ തന്ന രീതിയാണ്, നമുക്ക് വിളമ്പി തന്ന ഒരു രീതിയാണ്. കാരണം നിറഞ്ഞ മനസ്സോടുകൂടി നിറപുഞ്ചിരിയോടുകൂടി ഓരോ ഇലയിലും ഓരോ വിഭവങ്ങൾ വിളമ്പുമ്പോൾ അതാണ് നമ്മൾ ആസ്വദിച്ച് കഴിച്ചത്. അപ്പൊ അത്ര മനോഹരമായിട്ട് നമുക്ക് ഭക്ഷണം വാങ്ങി തന്നെ ഇവരെ നമ്മൾ ശരിക്കും അഭിനന്ദിക്കാതെ പറ്റും. നമ്മുടെ പ്രതീക്ഷയുടെ കാത്തിരുന്ന ന്യൂസ് വർഷത്തിന്റെ സമ്മാന പെരുമഴക്കാലത്തിന് ഒപ്പം നറുക്കെടുപ്പാണ് ആദ്യമായി നടക്കാൻ പോകുന്നത്. എല്ലാവരുടെ മനസ്സിൽ ആർക്കാണ് 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 സമ്മാനം? ഗസ് ചെയ്യാമോ? എന്താ അപ്പോ നമ്മുടെ ഫ്രിഡ്ജ് പോയി, കയ്യിൽ നിന്ന് പോയി, ഫ്രിഡ്ജ് പോയി. ഇനി ചൂടാക്കുന്ന സാധനം 376 സീരിയൽ കാണുമ്പോൾ കരയുന്ന എല്ലാ അമ്മമാർക്കും ഒരു ടി വി ഉണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ കരയുന്നത്? ചന്ദനമഴ കാണുന്നവരാണ്. കുടുംബവിളക്ക് കാണുന്ന അമ്മയ്ക്കാണ് ടി വി. കുടുംബവിളക്ക് കാണുന്ന അമ്മയ്ക്കാണ് ടി വി. ആരാ കുടുംബവിളക്ക് മുടങ്ങാതെ കാണുന്നത്? വീഡിയോ കാണിക്കും. പൂളക്കോടനാണല്ലോ അസൈൻ പൂളക്കോടൻ അതീവ പ്രതിഫലത്തിലാണ് 3ാം സമ്മാന വിജയി കൂടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. മീഡിയ കണ്ടോ? കൃഷ്ണൻ നമ്പൂതിരി പാതാട്ട്. കൃഷ്ണൻ നമ്പൂതിരി വല്ലാത്തൊരു അപ്പൊ 10 സമ്മാനങ്ങളിൽ ആദ്യത്തെ സമ്മാന വിജയിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് സമ്മാന കൂപ്പൺ എടുക്കുകയാണ്. ആരാണ് വിജയി? ഹസന മാവൂർ. കോഴിക്കോടില്ലേ? രാധാകൃഷ്ണൻ ചെറുവായൂർ. ഞാനല്ല 130 ബുക്ക് 130 നിങ്ങളെ ബുക്കിലുള്ളതാ. ഷബാസ് മൊഹസിൻ മുക്കം. കൂടാൻ പോയില്ലേ? അടുത്തത് എടുക്കാൻ
എടുക്കൽ കഴിഞ്ഞിട്ടാ അത് 20 എണ്ണത്തിൽ ഒന്നാവണേ പഠിച്ചോനെ. ചന്ദ്രൻ നല്ലോണം കൈയിട്ട് ഇളകുന്നുണ്ട് എന്തായാലും. നസീമ ഞാൻ പറഞ്ഞു ചന്ദ്രനോട് ഉപ്പേരി കുറച്ചാണ് വിളമ്പിയത്, ഒരു നറുക്കെങ്കിലും എടുത്തത്. എത്ര മാനിയാന്നൊക്കെ അദ്ദേഹം. ഉപ്പേരി കുറച്ചതിന് ഒരു പ്രൈസ് കിട്ടി. 7ാം സമ്മാന നറുക്കെടുപ്പ് സെലീന. സെലീന സെലീന അഭിനവ് MP തിരുവമ്പാടി. അഭിനവ് തിരുവമ്പാടി. നറുക്കെടുപ്പ് നടത്തിയില്ല. അല്ല എന്തിനാ കണക്കാക്കുന്നത്? അബ്ദുൽ സത്താർ CP. എവിടുന്ന് അഞ്ജലി. അടുത്തത് 10ാമത്തെ അതെ. ഒരു മിനിറ്റ്. ഈ അഞ്ജലി എന്ന് പറയുന്ന കുട്ടി വീടില്ലാതെ ഒരു ടാർപോളിനെ കൊണ്ട് കെട്ടിയിട്ട് ഒരു വീട്ടില് ബാത്റൂം അവിടെ തന്നെയാണ്, ഭക്ഷണം അവിടെയാണ്, കിടക്കുന്നതും അവിടെ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളോടൊരു പരാതിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയാണ് ഏറ്റവും അഭിമാനമായിട്ട് ഈ സമ്മാനം വാങ്ങിയിരിക്കുന്നത്. ഏറ്റവും അർഹതപ്പെട്ട കൈകളിലാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കട്ടെ ആ കുട്ടീനെ. നല്ല മനസ്സിൽ എടുത്തു കൊടുക്കുമെന്ന് അറിയില്ല. സുജാത കോട്ടൂര്. चुप है दीवार, दिल क्या जिरा दुनिया से टूट गई है बहार. Thank you. കോമലാളെ കണ്ടു ഞാൻ പൂക്കിനാവിൽ, താരകങ്ങൾ പുഞ്ചരിച്ച നീലരാവിൽ. കോമലാളെ കണ്ടു ഞാൻ പൂക്കിനാവിൽ, താരകങ്ങൾ പുഞ്ചരിച്ച നീലരാവിൽ. ഞാൻ 4 നീല പന്തലിട്ടു ആയിരം കിളി, Oh,
ും
താങ്ക് യു.